ഹായ്. ഓൺലൈൻ ചാനലാണോ? ബട്ടർഫ്ലൈ അറിയില്ലേ? ബട്ടർഫ്ലൈ അറിയില്ലേ? നമ്മളെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ഓർമ്മയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാന് ജസ്റ്റ് കാണാൻ വേണ്ടി വന്നു, ഉത്സവം കാണാൻ വേണ്ടി വന്നതാണ്. ഫ്രണ്ട് ഉണ്ട് അവിടെ ഒരുക്കി കൊണ്ടുവന്നു. ആ ബാക്കിൽ വളക്ക് പിടിച്ചിട്ട് നിൽക്കുന്നത്, മുമ്പിലുള്ളത് അണ്ടിയുള്ള താത്ത, കുണ്ടനാളിയാക്കി അണ്ടിയുള്ള താത്തയുണ്ട്. അപ്പോൾ ബാക്കിൽ നിൽക്കുന്നത് ഏതാ അറിയോ? ആ നീർക്കോലി പന്നിയല്ലേ അത്, മരം കൊത്തി, അത് വളക്കൊക്കെ പിടിച്ചിട്ട് നിൽക്കണൊക്കെ. അത് ശരി, ഇവനും അതന്നെയാണ്. നോക്ക് മക്കളെ, അടി മക്കളെ, അടി തന്നെ ഇരുന്നില്ലേ? അടി തന്നെ അടി. ഏത് അത്? അല്ലാ വയ്യ, എന്തൊക്കെ കാണാൻ. അല്ല ഇവനല്ലേ ഖുർആനും ഹദീസും ഒക്കെ ഓതിയിരുന്ന് 2-3 ദിവസം മുന്നേ ഇരുന്നിട്ട് തട്ടമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാ സാരി എടുത്ത് പൊട്ടും തൊട്ടിട്ട് അമ്പലത്തിൽ തോഴാൻ വന്നിക്കാണ് അണ്ടിയുള്ള താത്താന്ന്. വല്ലാത്തൊരവസ്ഥ അല്ലേ. എന്തായാലും ഇത് തവളയുടെ മാതിരിയാണ്, കരയിലും വെള്ളത്തിലും ജീവിക്കണൊരു അവസ്ഥ ഇപ്പോൾ. ഇവനെ ഞാൻ പണ്ട് പറഞ്ഞില്ലേ, പാടത്ത് വെക്കണ മോട്ടർ തന്നെയാണ്, പെട്രോളിലും ഒഴിക്കും, എന്നിട്ട് പെട്രോളിന് സ്റ്റാർട്ട് ചെയ്തിട്ട് മണ്ണെണ്ണയിരിക്കും തിരിക്കും, അങ്ങനെ ഓടിക്കോളും. അതേ അവസ്ഥ ഇപ്പോൾ എൻ്റെ അവസ്ഥ. പകലിങ്ങനെ നോക്കും, രാത്രി ആകുമ്പോൾ അതാണ്ട് ഊരിയിട്ട് സെറ്റാവും കോൽക്കളി. എന്താ അവസ്ഥ അല്ലേ? എനിക്ക് ഇതല്ല ഇത് എൻ്റെ ഉള്ള താത്താൻ്റെ പോട്ടെ, അതൊന്നും അങ്ങനെ മരം കൊത്തിന് ഈ കോലത്തിലാക്കിക്കണ്. അതിൻ്റെ ആ തൊണ്ടും ചിരി എന്താ ആക്കിയപ്പോൾ അത് പല്ലൊക്കെ ഊരി കളഞ്ഞാ. വയ്യ പഠിച്ചവനെ, വയ്യ. റമദാൻ മാസം കാണാനില്ല, ഇതൊന്നും കാണാൻ വയ്യ. കുണ്ടനടിയാങ്ക നിന്ന് പരിഗണിച്ചപ്പോൾ ഇവൻ്റെ അടുത്തേക്ക് പോകണോ അതോ മരംകൊത്തിൻ്റെ അടുത്തേക്ക് പോകണോ? കുണ്ടനടിയാങ്ക ട്രോസ് ഇട്ടിട്ടാണ് നിൽക്കണത്. ഇപ്പോൾ എവിടേക്കാ പോകേണ്ടത്? 1 ഉറുപ്പിയുടെ തൊട്ടൊക്കെ എടുത്തിട്ട്. വല്ലാത്തൊരു മലക്കം തന്നെയല്ലേ, വല്ലാത്ത ജീവികൾ. യാ റബ്ബേ, എവിടേക്കാ ഈ പോകാൻ ലോകത്തിൻ്റെ പോക്ക്? നിങ്ങൾ ചിരിക്കാനും വയ്യ, ഇത് കണ്ടിട്ടാണ്. ആ ബാക്കിൽ തന്നെ അല്ല വയ്യ, ഒരു വല്ലാത്തൊരവസ്ഥ. നായ്ക്കൾ, 2 കേട്ട നായ്ക്കൾ. ഈ നായ്ക്കൊക്കെ കുറച്ചൊരു ഉടുപ്പുണ്ടാവും, ആ നായ്ക്കളെക്കാട്ടിലും മേലെ. എന്താ അതൊക്കെ അവസ്ഥ അല്ലേ? അയ്യൻ്റെ അമ്മ, വയ്യ, ചിരിക്കാനും വയ്യ. റെഡിയ വേണ ചനലെണ്ണ എടുത്തിട്ടുണ്ടോ? അതെ സുഖല്ലേ? എന്നിട്ട് അവനെ മറക്കല പുക്കളിൽ അവിടെ ഒരു അയ്യോ ദൈവമേ, ഞങ്ങളോട് പൊറുക്കണേ.